നോമ്പ് കാലത്ത് വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്നുള്ളത് നോമ്പ് തുറന്നൊരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ്. അതായത് നമ്മൾ തറാവിയൊക്കെ നിസ്കരിച്ചതിന് ശേഷം വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ശരീരം ഒന്ന് എനർജൈസ്ഡ് ആയി എന്നിട്ട് പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടി ഉഷാറ്. ഇനി അതല്ലാതെ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പായിട്ടും നമുക്ക് പോയിട്ട് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ഹെവി കാർഡിയോ വർക്കൗട്ടോ അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ഒന്നും നമ്മൾ ചെയ്യാത്ത രീതിയിൽ നോർമലി ഒരു സ്ട്രെച്ചിങ് ആയിട്ടുള്ള സംഭവമൊക്കെ നോമ്പ് തുറക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. ശരിക്കും നമ്മൾ റമദാൻ മാസം ഭയങ്കര ഒരു ഫിറ്റ്നസ് ഗോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെവി മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമല്ല. നമ്മൾ നമ്മുടെ ഇബാദത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഫിറ്റ്നസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ ഈ നോമ്പ് കാലം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന് കാണേണ്ടത്. നോമ്പ് കാലമാണെങ്കിലും നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ മിനിമൽ ലെവലിലെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ക്രിയാറ്റിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം രാത്രി 5 ഗ്രാം അല്ലെങ്കിൽ മിനിമൽ ഡോസിൽ ക്രിയാറ്റിൻ എടുക്കാവുന്നതാണ്. പക്ഷെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നോമ്പ് കാലത്ത് ക്രിയാറ്റിൻ എടുക്കേണ്ടതുള്ളൂ. സാധാരണ റമദാൻ മാസത്തിൽ വർക്കൗട്ട് ചെയ്യുന്നവർ പ്രത്യേകിച്ച് 2-3 കിലോ ഒക്കെ കുറയാറുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് കാലോറി ബേൺ ചെയ്യുകയും ഫുഡ് ഇൻടേക്ക് കുറച്ച് കുറയൊക്കെ ആണെങ്കിൽ. അപ്പം നന്നായിട്ട് മീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉള്ള വെയിറ്റ് നിലനിർത്താനാണ് നമ്മൾ റമദാൻ മാസം ശ്രദ്ധിക്കേണ്ടത്.